ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവനന്ദയെ കൊന്നത് അമ്മാവനാണെന്ന സൂചന പുറത്തു വരുന്നു. ചോദ്യം ചെയ്യലിലാണ് ഇത്തരം സൂചന ലഭിച്ചത്. കുഞ്ഞിനെ കൊന്നത് ആരാണ് എന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രഥമമായ അന്വേഷണ ഉദ്ദേശം. കൊന്നത് അമ്മാവനാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താൻ കിടന്നുറങ്ങിയ കട്ടിൽ കത്തിയപ്പോഴാണ് താൻ രാവിലെ എഴുന്നേറ്റതെന്നായിരുന്നു ഇതുവരെ അമ്മാവൻ പോലീസിന് നൽകിയിരുന്ന മൊഴി. അതിൽ നിന്ന് കുഞ്ഞിനെ കൊന്നത് അമ്മാവനാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷിജോ കുര്യനുണ്ടെങ്കിൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം ഷിജോ വിവരങ്ങൾ നൽകുമെന്ന് കരുതുന്നു. കുഞ്ഞിനെ കൊന്നത് അമ്മാവനാണെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുവരെ അത്തരത്തിലൊരു സൂചനയും ലഭിച്ചിരുന്നില്ല. സംശയത്തിന്റെ മുന ആരിലേക്കും തിരിയാതെ വട്ടം കറങ്ങിയായിരുന്നു പോലീസ്. ഇപ്പോൾ പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നു. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, അമ്മാവനിലേക്ക് എങ്ങനെയാണ് സംശയമന നീളുന്നത്? അജിംസ, ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത് അമ്മാവനാണ് എന്നുള്ള നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തുകയാണ്. ആദ്യവട്ടം എല്ലാവരെയും ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. ഒരു തരത്തിലുമുള്ള ഭാവവ്യത്യാസങ്ങൾ ഇവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ എന്നുള്ള ആ ഒരു മറുപടിയാണ് ആദ്യഘട്ടത്തിൽ അമ്മാവൻ ഹരികുമാർ പോലീസിന് നൽകിയത്. 2ാം വട്ട ചോദ്യം ചെയ്യലിൽ വിശദമായിട്ട് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാളാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള ആ ഒരു സംശയത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. ഹരികുമാറിന് അമ്മ ശ്രീധുവിന്റെ സഹായം, ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു കാര്യം കൂടി പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കുഞ്ഞിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ബലപ്രയോഗത്തിന്റെ അടയാളങ്ങളും ദേഹപരിശോധനയൊന്നും ലഭിച്ചിട്ടില്ല. കുഞ്ഞിനെ ബലം പ്രയോഗിച്ച് കുഞ്ഞിനെ എന്തെങ്കിലും മർദ്ദിച്ചതായിട്ടുള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. മാതാപിതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും കുഞ്ഞ് എപ്പോഴാണ് മരിച്ചത്, എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തായാലും ഇൻക്വസ്റ്റിൽ ഒരു ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല. കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതിന് കാരണക്കാരനായിട്ടുള്ളത് കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാറാണ് എന്നുള്ള ആ ഒരു നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസ് അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഹരികുമാറിന് കുട്ടിയുടെ അമ്മ, അതായത് ശ്രീധുവിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ആ പോലീസിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ ഇത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ വ്യക്തത അല്പസമയത്തിനകം വരുത്തും. ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. ആദ്യവട്ട ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ഈ കസ്റ്റഡിയിലുള്ള ആളുകൾ 2ാം വട്ട ചോദ്യം ചെയ്യലിൽ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഇവരെ കൈവിട്ട് പോവുകയായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇവർ പറഞ്ഞ പല കാര്യങ്ങളിനകത്തും വൈരുദ്ധ്യമുണ്ടായിരുന്നു. ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് ഇവർ ഈ കുറ്റസമ്മതം നടത്തിയത് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയെന്നുള്ള കാര്യമാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് അമ്മയുടെ സഹായത്തോടെ അമ്മാവനാണ് എന്നുള്ള സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസാനവട്ട നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത. ഒരുപക്ഷെ അമ്മാവനെയും അമ്മ ശ്രീധുവിനെയും, അമ്മാവൻ ഹരികുമാറിനെയും അമ്മ ശ്രീധുവിനെയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും അമ്മാവനാണ് പ്രതി എന്നുള്ള ആ ഒരു സംശയം പോലീസ് ഇപ്പോൾ തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് അല്പസമയത്തിനകം പോലീസ് കൂടുതൽ സ്ഥിരീകരണം വരുത്തുകയും ചെയ്യും. എന്തായാലും ഈ സംഭവം നടന്ന് വളരെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ പറയുന്ന പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സമയത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും പോലീസിൽ നിന്ന് തന്നെ ലഭിച്ച വിവരമാണ്. പോലീസ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ തന്നെ വ്യക്തത വരുത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 4 പേരെയും വിശദമായിട്ട് 2 തവണ ചോദ്യം ചെയ്തിരുന്നു. ആ 2 തവണ ചോദ്യം ചെയ്തതിൽ നിന്നും പലതരത്തിലുള്ള അവ്യക്തമായ കാര്യങ്ങളാണ് പുറത്തു വന്നത്. പിന്നീട് ഇവർ പറഞ്ഞ പരസ്പര വൈരുദ്ധ്യമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് ഈ കൊലപ്പെടുത്തിയത് അമ്മാവനാണ് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാകുന്നത്. കാരണം ഈ അമ്മാവനാണ് പ്രതി എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് ഇങ്ങനെയാണ്. അതായത് അമ്മാവനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് തനിക്കിതൊന്നും അറിയില്ല, തൻ്റെ കട്ടിലിൽ തീ പിടിക്കുന്നത് കണ്ട് താൻ എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഈ കാര്യമൊക്കെ അറിയുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത് ഒരാൾക്കും ഒരു തരത്തിലും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെ ഇതേ തുടർന്നുണ്ടായ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് പ്രതി അമ്മാവൻ തന്നെയാണ് എന്നുള്ള സംശയത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വിശദമായിട്ട് വീണ്ടും ആവർത്തി ചോദിക്കുകയാണ്, എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം, എന്തുകൊണ്ട് കുഞ്ഞിനെ കൊലപ്പെടുത്തി, നിങ്ങൾ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ള കാര്യമാണ് പോലീസിന് അറിയേണ്ടത്, എപ്പോൾ ചെയ്തു എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതായുണ്ട്. ഇവർ പറഞ്ഞ സമയത്തിലടക്കം പല തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. ഇന്നലെ വൈകിട്ട് സമാധാനമായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ കുഞ്ഞിനെ പുലർച്ചെ ആയപ്പോൾ കാണാനില്ല എന്ന് പറയുന്നു. പിന്നീട് ആ കുഞ്ഞ് അതിൻ്റെ മൃതദേഹം ഒരു കിണറ്റിൽ നിന്ന് കണ്ടെടുക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആസൂത്രണം ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് കണ്ടെത്തുകയാണ്. ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ആസൂത്രണം നടന്നിട്ടുണ്ട്. മാതാപിതാക്കളും അല്ലെങ്കിൽ ഈ കുടുംബത്തിലുള്ള ആളുകളും തമ്മിൽ ഇതിനകത്ത് ആസൂത്രണം നടന്നിട്ടുണ്ടോ എന്നാണ് പോലീസ് ഇനിയിപ്പോൾ അന്വേഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഈ അമ്മാവൻ ഹരികുമാറിന് മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയണം. അമ്മാവന് സഹായം നൽകിയത് ഒരുപക്ഷെ
നൊന്ത് പ്രസവിച്ച ഈ അമ്മ തന്നെയാണോ, ശ്രീതു തന്നെയാണ് ഈ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച അമ്മ ശ്രീതു തന്നെയാണോ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ സ്വന്തം സഹോദരന് സഹായം ചെയ്ത് നൽകിയത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇനി അറിയണം. പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരം അമ്മാവൻ ഹരികുമാറാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള സംശയത്തിലേക്ക് പോലീസ് എത്തുന്നു. അമ്മാവൻ ഹരികുമാറിന് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയത് മരിച്ച കുഞ്ഞിന്റെ 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവാണ് എന്നുള്ള കാര്യം കൂടി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരും. അങ്ങനാണ് എങ്കിൽ ഒരു തരത്തിലും നീതീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയാത്ത അത്യന്തം ഹീനവും ക്രൂരവുമായിട്ടുള്ള കൊലപാതകം തന്നെയാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് ഉണ്ടായിട്ടുള്ളത്. കാരണം നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്താൻ അമ്മ കൂട്ടുനിൽക്കുന്നു. അമ്മ എല്ലാ സഹായവും ചെയ്തു നൽകുന്നു. അങ്ങനെയാണ് എങ്കിൽ ഒന്നടങ്കം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ആ ഒരു സാഹചര്യത്തിലേക്ക് കേരള സമൂഹം പോകുന്നു. കാരണം സ്വന്തം കുഞ്ഞിനെ 2.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്താൻ സ്വന്തം സഹോദരന് എല്ലാ സഹായവും ചെയ്തു നൽകുന്ന അമ്മ അങ്ങനെ ആ ഒരു രീതിയിലേക്കാണ് ഇത് പോകുന്നതെങ്കിൽ അത്യന്തം ഹീനകരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ബാലരാമപുരത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. എന്തായാലും പോലീസ് അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജി, നെയ്യാറ്റിൻകര SHO പ്രവീൺ, അതുപോലെ ബാലരാമപുരം SHO മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായിട്ട് നടത്തിയ ചോദ്യം ചെയ്യലിലും മൊഴിയെടുപ്പിലുമാണ് ഈ പ്രതി കുറ്റം സമ്മതം നടത്തിയത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതകൾ വരും. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ഈ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിക്കുന്നത്. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഈ പറയുന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള വിവിധ ഇടങ്ങളിൽ തിരച്ചിൽ നടത്തുന്നു, കിണറുകളിൽ തിരച്ചിൽ നടത്തുന്നു, മറ്റ് സമീപ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ലഭിക്കാതിരുന്ന പരിശോധനയിൽ പിന്നീട് പോലീസ് എത്തി കിണറ്റിൽ പരിശോധിച്ചപ്പോഴാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെടുക്കുന്നത്. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി എന്നുള്ള ആ ഒരു നിഗമനത്തിലേക്ക് പോകുന്നുണ്ട് പോലീസ്. കാരണം ഇൻക്വസ്റ്റ് റിപ്പോർട്ടും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് കൊലപാതകം കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണ്, ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ആ ഒരു നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നത് ഇപ്പോൾ നടത്തിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടാണ്. കുഞ്ഞിന്റെ ദേഹത്തിൽ ബലപ്രയോഗം നടന്നതിന്റെ അടയാളങ്ങൾ ഒന്നും തന്നെ ഇല്ല, മുറിവുകളില്ല, മറ്റ് അങ്ങനെ ഒരു ബലപ്രയോഗം നടന്നതിന്റെയോ ദേഹത്തെന്തെങ്കിലും മുറിവുകൾ ഉണ്ടായതിന്റെയോ ഒന്നും തന്നെ ലക്ഷണങ്ങൾ ഈ പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിലില്ല. അപ്പോൾ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ, സ്വപ്നം കണ്ടു ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അത്യന്തം ഹീനകരമായ ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടത്തിയത്. ഇത് അമ്മാവനാണ് നടത്തിയത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയത്തിലേക്ക് പോലീസ് പോകുന്നു. പുലർച്ചെ 3 മണിക്ക് താൻ കുഞ്ഞിനെ അച്ഛൻ്റെ കൂടത്തിൽ കിടത്തി അവിടുന്ന് എഴുന്നേറ്റ് പോയി തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ലായിരുന്നു എന്നുള്ളതാണ് അമ്മയുടെ മൊഴി. അപ്പോൾ ശ്രീതു എന്തിന് 3 മണിക്ക് എഴുന്നേറ്റു, അതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് വിവരങ്ങൾ അറിയേണ്ടതായുണ്ട്. എങ്ങനെ അമ്മാവൻ ഹരികുമാറിന്റെ മുറിയിൽ തീപിടുത്തമുണ്ടായി, അതടക്കമുള്ള കാര്യങ്ങളിൽ ഉത്തരം ലഭിക്കേണ്ടതായുണ്ട്. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായിട്ട്, വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണ്. അപ്പോൾ അമ്മാവൻ ഹരികുമാറിന് പുലർച്ചെ അതിരാവിലെ എഴുന്നേറ്റ ശ്രീതു സഹായം ചെയ്ത് നൽകി. പിന്നീട് തീപിടുത്തം അങ്ങനെ ഒരു നാടകം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത് വളരെ ഹീനകരമായിട്ടുള്ള ഒരു കൃത്യമാണ് ബാലരാമപുരത്ത് ഉണ്ടായിട്ടുള്ളത്. കുഞ്ഞിന്റെ നേരത്തെ പിടിച്ച് അല്ലെങ്കിൽ കുഞ്ഞിനെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദേഹോപദ്രവം നടത്തിയതിന്റെ യാതൊരു വിധത്തിലുമുള്ള ലക്ഷണങ്ങൾ ആ കുഞ്ഞിന്റെ ശരീരത്തിലില്ല. അപ്പോൾ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം അതാണ്. മറ്റ് ബലപ്രയോഗം നടന്ന ലക്ഷണങ്ങളൊന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അല്പസമയത്തിനകം നടക്കും. മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം കൂടി പൂർത്തിയായാൽ മാത്രമേ എന്താണ് മരണകാരണം, എങ്ങനെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും പോലീസ് അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജി അടക്കമുള്ളവർ ഇപ്പോൾ പുറത്തേക്ക് വരാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം മൊഴിയെടുപ്പ് പൂർത്തിയായി, പ്രതികളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അമ്മയും അമ്മാവനും, അതായത് ഈ മരിച്ച കുഞ്ഞിന്റെ അമ്മ ശ്രീതു, അമ്മാവൻ ഹരികുമാർ ശ്രീതുവിന്റെ സഹോദരനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള ആ ഒരു സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് തന്നെ കൂടുതൽ വ്യക്തത വരുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തി കിണറ്റിലെറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി എന്നുള്ള വിവരം തന്നെ ലഭിക്കുന്നു. അത് ചെയ്തത് അമ്മാവൻ ഹരികുമാറാണ്.
ഈ അമ്മാവൻ ഹരികുമാറിലേക്ക് പോലീസ് എത്തിയത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഇവയാൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതോടെയാണ്. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ എന്നുള്ള ധാർഷ്ട്യം നിറഞ്ഞ മറുപടിയാണ് അമ്മാവൻ ഹരികുമാർ പോലീസിന് നൽകിയത്. അപ്പോൾ അതിനുശേഷം പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ പോലീസ് വളരെ കൃത്യമായിട്ട് ഇവരോട് ചോദിച്ചപ്പോഴാണ് താൻ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം ഇപ്പോൾ ഈ പ്രതി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത്. എന്തിനിത് ചെയ്തു എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. അത് അക്കാര്യം പോലീസ് തന്നെ വ്യക്തമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അമ്മയും അമ്മാവനും ചേർന്ന് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം അമ്മയുടെ സഹായത്തോടുകൂടി അമ്മയുടെ സഹോദരൻ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി എന്ന് പറയുന്ന അത്യന്തം ഹീനമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു വാർത്തയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ബാലരാമപുരത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഈ സംഭവം നടന്ന് വളരെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് കേരള പോലീസിനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന അല്ലെങ്കിൽ ആശ്വസിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതായത് ഈ കൃത്യം നടന്ന് വളരെ മണിക്കൂറുകൾക്കുള്ളിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുക്കുന്നു. അതിനകത്തൊരു വീഴ്ച വരുന്നില്ല, ഒരു കാലതാമസം ഉണ്ടാകുന്നില്ല. പിന്നീട് സംശയം തോന്നിയ ഉടൻ തന്നെ ഈ കുടുംബത്തിലുള്ള 4 പേരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. 4 പേരെയും വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നു. ഈ കുഞ്ഞിന്റെ മരണകാരണം അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് പിന്നിൽ പുറത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള നിഗമനം പോലീസിന് ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ വീട്ടിൽ തന്നെയാണ് കൊലപാതകം നടക്കാനുള്ള എല്ലാ സാധ്യതയും പോലീസ് കണ്ടെത്തിയത്. അപ്പോൾ ഇതിനകത്ത് ഇവർ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ സമയമെടുത്ത് ആസൂത്രണം ചെയ്തിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾക്ക് ഇതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടി വരും. കാരണം അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ നേരത്തെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അമ്മയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ചില ബന്ധുക്കളും ഒക്കെ പല ഘട്ടങ്ങളിലായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ കേട്ടതാണ്. അപ്പോൾ അമ്മയെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ മോറൽ സൈഡൊക്കെ ഇനി പോലീസാണ് വിശദീകരിക്കേണ്ടത്. അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ നാട്ടുകാർ തന്നെ പങ്കുവെക്കുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത പോലീസിന് അല്പസമയത്തിനകം നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ 2.5 വയസ്സുള്ള കുഞ്ഞിനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് അമ്മാവൻ ഹരികുമാറാണ്. ആ അമ്മാവൻ ഹരികുമാറിന് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയത് അമ്മ ശ്രീതുവാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇതിനകത്ത് അച്ഛൻ ശ്രീജിത്തിനോ അല്ലെങ്കിൽ മുത്തശ്ശി ശ്രീകലയ്ക്കോ എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം അവർ കൂടി വീട്ടിലുള്ള സമയത്താണ് ഈ കൃത്യം നടന്നിട്ടുള്ളത്. അപ്പോൾ അവരിലേക്ക് കൂടി വളരെ കൃത്യമായിട്ട് പോലീസിന് അന്വേഷണം പോകുന്നുണ്ട്. എന്താണ് ഇതിന്റെ മോട്ടീവ്, എന്ത് ലക്ഷ്യത്തിലാണ് ഇവർ ഈ കൃത്യം ചെയ്തത് എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതിലേക്ക് എത്തി പോലീസ് എന്തായാലും അതിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ പലതരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ ശ്രീ ദമ്പതികൾക്ക് ആദ്യം ജനിച്ചത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ പേര് പാർവണേന്ദു എന്നാണ്. 6 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. അപ്പോൾ അതിനുശേഷം ഇവരൊരു ആൺകുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ രണ്ടാമത് ജനിച്ചത് പെൺകുട്ടിയായി പോയതിലുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയും ചില സംശയങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് ജനിച്ചത് പെൺകുഞ്ഞായതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു അവർ ആഗ്രഹിച്ചതുപോലെ കുഞ്ഞുണ്ടായില്ല എന്നുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പലതരത്തിൽ നിന്ന് പ്രചരിക്കുന്ന ചില വിവരങ്ങളാണ്. ഇതൊക്കെ ആധികാരികത ഉറപ്പുവരുത്തേണ്ടത് പോലീസ് തന്നെയാണ്. അതുമാത്രവുമല്ല, ഈ ഹരികുമാറും ശ്രീതുവും തമ്മിൽ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. പലയിടങ്ങളിലായിട്ട് ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ശ്രീതുവിൻ്റെ ഭർത്താവ് ശ്രീജിത്ത് വീട്ടിലേക്ക് വന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരുടെ മുത്തച്ഛൻ മരിച്ചിട്ട് ഇന്ന് 16 ദിവസങ്ങൾ പിന്നിടുകയാണ്. 16 ദിവസത്തെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ശ്രീജിത്ത് ആ വീട്ടിലേക്ക് വന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. എങ്ങനെ എന്തായാലും പോലീസ് പ്രതിയിലേക്ക് ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിന് പിന്നിൽ കുട്ടിയുടെ അമ്മയുടെ സഹോദരനാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ കൊലപാതകത്തിൽ മറ്റാരെങ്കിലും സഹായിച്ചോ, മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള വിവരങ്ങളാണ് ഇനി അറിയേണ്ടത്. വളരെ